പ്രശ്നങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ ഈ 2025 ജാനുവരി മുതൽ മാർച്ച് വരെ നോക്കുമ്പോൾ ഇതുവരെ നമ്മൾ സാക്ഷികളാകാത്ത പലതിനും നാം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ നാടൊട്ടാകെ അലേർട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയ പ്രതിരോധമാണ് എവിടെയും. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്മയും പുണ്യവും സൂക്ഷ്മതയും ഭയഭക്തിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തിന്മയെ തുടച്ചു നീക്കാൻ വേണ്ടി നാം ഒന്നിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അടിക്കടി വരുമ്പോൾ അത് വീടിൻ്റെ പ്രശ്നമാണോ, കുടുംബത്തിൻ്റെയാണോ, പാരൻറ്റിങ്ങിൻ്റെതാണോ, സ്കൂളിൻ്റെതാണോ, നാട്ടുകാരുടേതാണോ, മദ്രസയുടേതാണോ പ്രശ്നം എന്നൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ സ്വർഗം പൂക്കുന്ന ഇടങ്ങളാകുന്ന വീടുകൾ നമുക്ക് വീണ്ടും തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ നാം ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ആൾക്കാരും ഒരു തരം ജാഗ്രതയിലാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്ക് കിട്ടണം എന്ന് മനുഷ്യന് തോന്നിത്തുടങ്ങിയിട്ട് വല്ലാത്ത അതിൻ്റെ പിന്നിൽ പോയ ഒരു 10-25 വർഷം, 10-30 വർഷം അതിൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ യൂത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം, എനിക്ക് കിട്ടാത്ത സുഖം, എനിക്ക് കിട്ടാത്ത സമ്പത്ത്, ഞാൻ ധരിക്കാത്ത ഡ്രസ്സ്, എനിക്ക് എഴുതാൻ പറ്റാത്ത പേന, എനിക്ക് വാങ്ങാൻ കിട്ടാത്ത നോട്ട്ബുക്ക്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചെറിയ പ്രായത്തിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പാരൻസ് പറഞ്ഞു തുടങ്ങി, എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ കുട്ടിക്ക് ലഭ്യമാക്കണം. എനിക്ക് എന്താണോ എൻ്റെ ചൈൽഡ്ഹുഡിൽ കിട്ടാത്തത് അതൊക്കെ, ഒരു പക്ഷേ കൂട്ടുകുടുംബത്തിലായിരിക്കുമല്ലോ നമ്മൊക്കെ വളർന്നിട്ടുണ്ടാവുക. അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് പറ്റ ദാരിദ്ര്യമാണ്. അപ്പോൾ നാം എല്ലാം ലഭ്യമാക്കി തുടങ്ങി, കുട്ടികൾക്ക് എല്ലാ തരം കാര്യങ്ങളും ലഭ്യമാക്കാൻ തുടങ്ങി. ആ ലഭ്യമാക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ സ്കൂളിലൊക്കെ ഒരു ദിവസം, വെറുതെ ഒറ്റ ദിവസം ഒന്ന് വെറുതെ നടന്നു നോക്കിയാൽ ഒരു പാക്കറ്റ് നിറച്ച് പേനയും പെൻസിലൊക്കെ നമുക്ക് നിലത്തുനിന്ന് പെറുക്കിയെടുക്കാം. അതായത് എനിക്ക് കിട്ടാത്ത പേനകൾ കുട്ടികളുടെ കയ്യിൽ വെച്ചു കൊടുക്കണം, എനിക്ക് കിട്ടാത്തതെല്ലാം ലഭ്യമാക്കണം എന്ന് ആഗ്രഹിച്ച് സകലത് ലഭ്യമാക്കി. പണത്തിൻ്റെ മൂല്യം അറിയുന്നതിന് മുമ്പ് കുട്ടികളുടെ കയ്യിലേക്ക് എത്തിയത് എത്രയോ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. എന്നിട്ടോ ഞാനായിട്ട് ജീവിച്ചതുമില്ല. അതാണ് ഇന്നത്തെ അത്തരം ചിന്തിച്ച് തുടങ്ങിയിട്ട് ഗൾഫിലേക്ക് ചേക്കേറിയ ആൾക്കാരുണ്ട്, നല്ല ജോലിയിലേക്ക് ഏർപ്പെട്ട ആൾക്കാരുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് കാണാൻ തുടങ്ങിയതാണിത്. ആ റിസൾട്ടിലാണ് ഇതിപ്പോൾ പിന്നെ ഒരു 16 മുതൽ 26 വയസ്സ് വരെയുള്ള കുട്ടികളാണല്ലോ കൂടുതലായിട്ട് മയക്കുമരുന്നിൻ്റെയൊക്കെ പിടിയിൽ അമർന്നിട്ട്. ഒരു ചെറിയ ഏരിയ തന്നെ ഇപ്പം ഞാനൊരു ലഹരി ജാഗ്രതാ സമിതി മീറ്റിങ്ങിൽ പങ്കെടുത്ത് വരിക. അപ്പോൾ ചെറിയൊരു പ്രദേശം പിന്നെ അരിച്ചു പെറുക്കി പരിശോധിച്ചപ്പോൾ തന്നെ കുറഞ്ഞത് 350ഓളം കേസുകൾ, അത് 16 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഗ്രൂപ്പാണ്. അപ്പോൾ തനിക്ക് വേണ്ടതെല്ലാം ലഭ്യമാക്കുമ്പോൾ പാരൻസ് ഇങ്ങനെ ലഭ്യമാക്കേണ്ട ആൾക്കാരാണ്. അതായത് സ്വയം ജീവിക്കാൻ മറന്നിട്ട്, കുട്ടിക്കാലത്തോ കിട്ടിയില്ല, കുട്ടിക്കാലത്തോ ഈ പാരൻസിന് പറയുന്ന സുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ജോലി ചെയ്തിട്ട് നല്ല രൂപത്തിലേക്ക് ആയിട്ടോ ഇത് അനുഭവിക്കാതെ എന്ത് ചെയ്യുന്നു, മക്കളെ അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്, സുഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ശരിക്കും സുഖങ്ങൾ വിളമ്പാനുള്ള ഫാക്ടറി പോലെ ഉപ്പയാവുക. അതുകൊണ്ട് ആ വീട്ടിലെ യഥാർത്ഥത്തിലുള്ള ഹീറോ മാതാപിതാക്കൾ അവരുടെ ആ ഹീറോയിസൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് മക്കൾ അത് ഏറ്റെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് അവർ ആഹ്ലാദിക്കാനുള്ള കാര്യങ്ങൾ കൊടുത്ത് ശീലിച്ച്, ഏതിനെങ്കിലും നമ്മൾ നോ പറയുന്നില്ല കുട്ടികളോട്. ഒരു ചെറിയ നോ പറയുന്നത് നാളെ വലിയൊരു നോ പറയാതിരിക്കാൻ. ഈ നോ എന്നൊക്കെ പറയുന്ന എല്ലാം ഓക്കെ എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചിലത് നോ പറഞ്ഞിട്ട് ചെറിയ പ്രായത്തിൽ നമ്മൾ ശീലിപ്പിക്കണം. അതെന്ന് പറയുന്നത് ഒരു 5-10 വയസ്സിലല്ല, ചെറിയ 1 വയസ്സെല്ലാം ആകാൻ തുടങ്ങുമ്പോൾ തന്നെ കുട്ടി അത് വലിക്കുന്നു ഇത് വലിക്കുന്നു, നോ പറയേണ്ടടുത്ത് നോ എന്ന് മാത്രം, നോ എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാന്ന് എന്ന് കൊച്ചുകുട്ടി പഠിച്ചു തുടങ്ങും. പക്ഷെ നാം ശീലിപ്പിച്ചത് കിട്ടാത്തത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പാരൻറ്റിങ് മറന്നുപോയി.
മികച്ച ഒരു പരിപാലനം, തർബിയത്ത് നമ്മൾ മറന്നുപോയി. എല്ലാതും കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന വെറും ഫാക്ടറി പോലെ നാം ആയി മാറുകയാണ്. അത് ഫലം ആയിട്ട് എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാവരും ആയി എന്നല്ല. നമ്മുടെ കുട്ടികളെ ഇത്തരം കേന്ദ്രങ്ങൾ, മയക്കുമരുന്നിൻ്റെയൊക്കെ കേന്ദ്രങ്ങൾ വിളിക്കുമ്പോൾ കുട്ടികൾക്ക് ലഹരി വഴി കിട്ടുന്നത് വലിയ ആഹ്ലാദങ്ങളാണ്. ഈ ലഹരി സാധ്യമാക്കുന്നത് വലിയ വലിയ ഒരു കൂട്ടം ആഹ്ലാദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിൽ അത്ര അധികം ലഹരി വഴി ഡോപ്പമൈനൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് ലഹരി ആസ്വാദനത്തിൻ്റെ വലിയ ഒരു ലോകത്താണ് അവനുണ്ടാവുക. ആഹ്ലാദങ്ങളുടെയും ആസ്വാദനത്തിൻ്റെയും സ്വയം മറക്കലിൻ്റെയൊക്കെ വലിയ ലോകത്ത് വന്ന് പെട്ടിരിക്കുന്ന കുട്ടി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ചെറിയ ആസ്വാദനവും സുഖവും പിന്നെ കുട്ടിക്ക് വിലയേ ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ ഇതിനേക്കാൾ ആഹ്ലാദം കിട്ടുന്നത് എന്തുണ്ട്? അത് അവൻ പരതി നടക്കും. ഇങ്ങനെ അവനെ സ്വയം മറക്കണം. ആ രൂപത്തിലേക്ക് കുട്ടികൾ പോവാണ്. അതുകൊണ്ടാണ് നാം നമ്മുടെ വീട് തിരിച്ചു പിടിക്കണം. നമ്മുടെ നാടിൻ്റെ പണ്ടേ ഉണ്ടായ സ്വഭാവം തിരിച്ചു പിടിക്കണം. ഇപ്പോൾ ആൾക്കാർക്ക് പേടിയാണല്ലോ. നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നിങ്ങളെ പണി നോക്കിയാൽ മതിയെന്നാ. ടീച്ചേഴ്സിനോട്, കോളേജിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനോട് അവർ നല്ല കാര്യം ഉപദേശിക്കുമ്പോൾ ടീച്ചർ അതിൻ്റെ പാഠങ്ങൾ അങ്ങ് തീർത്താൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട. ഒരു ഡോക്ടർ ഉപദേശിക്കുമ്പോൾ ഡോക്ടർ അടുത്ത് എന്താണ് ഇതിന് വേണ്ട മരുന്ന് എഴുതി തന്നാൽ മതി, അതിൻ്റെ അപ്പുറം ഉപദേശം വേണ്ട. ഉപദേശം ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് വേണ്ട, നാട്ടുകാരുടെ അടുത്തുനിന്ന് വേണ്ട. നാട്ടുകാർ ഉപദേശിച്ചാൽ, ഒരു 2 കൊല്ലം മുന്നേ നമ്മുടെ സ്റ്റുഡൻസ് നാട്ടുകാർ ചില കാര്യങ്ങൾ തടഞ്ഞു വെച്ചപ്പോൾ സദാചാരവാദവും കൂടി ഇങ്ങോട്ട് വരേണ്ടതാണ്. അപ്പോൾ ഈ തരത്തിൽ എല്ലാറ്റിയും അടക്കി വെക്കുകയാണ്. ആരാ അടക്കി വെക്കുന്നത്? 30, 40, 50 വയസ്സുള്ള, വർഷങ്ങളായിട്ട് പല എക്സ്പീരിയൻസ് ഉള്ള തലമുറകളെ അടക്കി വെക്കുന്നതും അടക്കി വാഴുന്നതും ലഹരിയാണ്. 16 വയസ്സുള്ളവൻ 50 വയസ്സുള്ള ആൾക്കാരെയും ഭരിക്കും, ആരെയും ഭരിക്കും. ആ തരത്തിൽ ഉപദേശവും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ വീട്ടിൽ സുഗന്ധം നഷ്ടപ്പെടാത്ത ഒരു വീട്, ആകർഷണം നഷ്ടപ്പെടാത്ത ഒരു വീട്, ആ വീടാകണം ലഹരി, കുടുംബമാകണം ലഹരി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയുള്ള ആ വീട്ടിലേക്ക് ആകർഷിക്കുന്ന സുഗന്ധത്തിൻ്റെ പൂക്കൾക്ക് വാട്ടം സംഭവിക്കാൻ പാടില്ല. അവിടെയുള്ള ചെടി ഉണങ്ങിപ്പോകാൻ പാടില്ല. അവിടെയുള്ള ഓരോ മെമ്പറും ആക്റ്റീവായിരിക്കണം, അലേർട്ടായിരിക്കണം സകലതിനെക്കുറിച്ചും. നമ്മുടെ കുട്ടികളെക്കുറിച്ച് വല്ലാത്ത സംശയമൊന്നും നമ്മുടെ മേലെ വേണ്ട. പക്ഷേ ഒരു ചെറിയ സംശയം ഉണ്ടാവണം. എന്ത് തെറ്റിന് പിടിച്ചാൽ എൻ്റെ കുട്ടി അത് ചെയ്യില്ല എന്നാണല്ലോ ആദ്യം പറയാ. അതുണ്ടാവില്ല. ആര് ചെയ്യും? അവൻ്റെ സുഹൃത്തുക്കൾ ചെയ്തേക്കും. പക്ഷേ എൻ്റെ കുട്ടി അത് ചെയ്യില്ല എന്ന്. ഇത്തരം സുഹൃത്തുക്കളും കൂടി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വെച്ച് വിളമ്പി കൊടുക്കുന്നുണ്ട്. നാം വെച്ച് വിളമ്പിക്കൊടുത്ത് സ്വന്തമാണ് മോനെ, എൻ്റെ മോനെ ശ്രദ്ധിച്ചോളണേ എന്ന് പറയുന്നവനാണ് ഈ ലഹരി ഇവന് കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്നുണ്ടാവുക. അതായത് ശരിക്ക് കള്ളനെയാണ് പലപ്പോഴും നാം ഇപ്പോൾ കാവൽക്കാരനാക്കി നിർത്തുന്നത് എന്നാണ് മക്കളുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതിന് ഒരു വഴി? എന്നാൽ എല്ലാവരും ഈ ആത്മീയ ശിക്ഷണമൊക്കെ ലഭിച്ചിട്ട് എല്ലാവരും ഈ ലഹരിയുടെ പിടിയിലാണ്. ഇപ്പം അറിയുന്നത് പോലെ ഒരാൾ 5 ആളെ കൊന്ന്, മറ്റേ ഉപ്പാനെ കൊന്ന്, ഉപ്പ മോനെ കൊന്ന് എന്ന് പറയുമ്പോഴത്തെ കേരളം അങ്ങ് തകർന്ന് തരിപ്പണായിപ്പോയോ? ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്തുണ്ടായിരുന്ന ഒരു ഗുണമുണ്ടായി. എല്ലാവരും അലർട്ടായി, എല്ലാവർക്കും ജാഗ്രത ഉണ്ടായി, എല്ലാവരും ഉണർന്നല്ലോ. ഗവൺമെൻറ് തലത്തിലും എല്ലാ തലത്തിലും ആൾക്കാർ ഉണർന്നിരിക്കുന്നു. അതാണ് പറഞ്ഞത്. 10-20 വർഷമായിട്ട്, അല്ലെങ്കിൽ കുറഞ്ഞ ഈ കോവിഡിന് ശേഷമൊക്കെ എല്ലാം കോവിഡിൻ്റെ മേലെ ഇട്ടുകൊണ്ട് കോവിഡിന് ശേഷം അങ്ങനെയാണ്, കോവിഡിന് ശേഷം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ തലമുറയെ ലാളിച്ച് വഷളാക്കി വിട്ടു. ഇപ്പം എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ബോധം വന്നിരിക്കുന്നു. എല്ലായിടത്തും ഇതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകളാണ്, സമിതികളാണ് രൂപീകരിക്കുന്നു. ഈ സമയത്ത് നമ്മൾ പിടിക്കണം. അതുപോലെ തന്നെ സ്കൂളുകളിലായിക്കോട്ടെ, മദ്രസകളിലും വീടുകളിലും തന്നെ നഷ്ടപ്പെട്ട് പോയത് ശരിക്കും ആത്മാർത്ഥതയല്ലേ? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പാഠപുസ്തകങ്ങൾ പണ്ടേ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. ആത്മീയ പോഷണം നൽകേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടത് എന്താണ്? യഥാർത്ഥത്തിൽ അത് വെറുതെ ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ലെവലിലേക്ക് നമ്മൾ തരം താണു പോയോ? അതിനെന്താണ് കാരണം? ടീച്ചേഴ്സിനെ സംബന്ധിച്ചൊക്കെ
വഴക്ക് പറയാൻ പറ്റില്ല, ശിക്ഷിക്കാൻ പറ്റില്ല. ഉടനെ തന്നെ ചൈൽഡ് ലൈൻ വരും, പാരൻസ് വരും, വഷളായി, പ്രശ്നമായി, കേസായി. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യണം? നമ്മളെ പണിയെടുത്ത് അങ്ങ് പോകണം എന്നുള്ള നിലയിലേക്ക് എത്തിച്ചെടുത്താണ് പറയുന്നത്. പറ്റൂല, ടീച്ചേഴ്സ് ഉണരണം. ഈ ഉണരാൻ പറഞ്ഞ സമയത്ത് തന്നെ സമൂഹം ഉണരണം. ഇനി സമൂഹം പറയുന്നതിന് നമ്മുടെ കുട്ടികളുടെ തെറ്റ് തിരുത്താൻ അത് അരുത് എന്ന് പറയും. ഇപ്പം അടുത്ത് തന്നെ മാട്ടൂലൊക്കെ നിങ്ങൾ ഒരു പക്ഷേ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഈ റമദാനിൻ്റെ രാത്രിയിൽ തന്നെ അവിടെ എല്ലാ യൂത്ത് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാവരും കൂടിയിട്ട് രാത്രി പോയിട്ട് ഈ കഞ്ചാവും അതുപോലെ ലഹരി വസ്തുക്കളും പിടിക്കുകയാണ്. ഈ റമദാനിൻ്റെ പരിശുദ്ധ രാവിലെ പോയി പിടിക്കുകയാണ്. എത്ര അവർ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്, പുറത്തേക്ക് വിടാൻ പറ്റാത്തത്രയും ഭയാനകമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലൊക്കെ ഇരിക്കുന്ന ഓരോ സ്കൂളും 10-30 കുട്ടികളൊക്കെ ഇതിൻ്റെ ഇരകളാണത്രേ, അല്ലെങ്കിൽ കാരിയറാണത്രേ. പക്ഷേ നാം ഒരു കുട്ടിയെപ്പോലും, നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടിയെപ്പോലും സംശയിക്കേണ്ട രൂപത്തിലില്ലേ ഇല്ല. മുമ്പ് കാലത്താണെങ്കിൽ ആ കുട്ടി എന്തോ യൂസ് ചെയ്തു, എന്തോ കുടിച്ചു എന്നൊക്കെ ഉള്ളതിന് എന്തെങ്കിലും ഒരു ചേഞ്ച്, അടയാളം അങ്ങനെ നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ നമ്മോട് ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന കുട്ടിയാണ് ഇതിൻ്റെ ഏറ്റവും അതിന് അഡിക്ഷൻ ബാധിച്ചിരിക്കുന്നത് എന്ന് ഒരു പക്ഷേ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേവലം ചിലപ്പോൾ ഇല്ല എൻ്റെ സ്കൂളിലില്ല അങ്ങനെ അറിയാനാണ് ഇഷ്ടവും, അതുപോലെ തന്നെ അങ്ങനെയാണ് കാണുന്നതും. പക്ഷേ നിങ്ങളുടെ സ്കൂളിലുണ്ട് എന്ന് ഓരോ സ്കൂളിനെ പറ്റിയും പുറത്തുനിന്ന് പറയുമ്പോഴാണ് ഇത്ര നന്നായിട്ട് പെരുമാറുന്ന കുട്ടികളൊക്കെ ഈ വലയിൽ പെട്ടിട്ടുള്ളത് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലഹരി നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് വരുന്ന നേരത്തെ ഉണ്ടായ നമ്മുടെ സ്വഭാവം ഉണ്ടല്ലോ, പാരൻറ്റിങ്ങിൻ്റെ നല്ല ശിക്ഷണത്തിൻ്റെ ആ സ്വഭാവം തിരിച്ചെടുക്കണം. കാരണം പാരൻസ് ഉപ്പമാർ പറയാണ് 20 വയസ്സുള്ള കുട്ടിയെ പേടിയാണെന്ന്, മോനെ പേടിയാണ് എന്ന്. എന്താ ചെയ്യാന്ന്? ആരെയാണ് പേടിക്കുന്നത്? പിന്നെ എവിടെയാണ് ശരിയാവുക? അതുകൊണ്ട് ഈ ഭയപ്പെടുത്തലൊക്കെ അവിടെ വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ഇനി കുട്ടി അതിൻ്റെ വലയിലായി, രക്ഷിക്കാൻ കഴിയുന്നില്ല. എന്നാലോ അതോടൊപ്പം നിങ്ങൾക്ക് പുറത്തു പറയാനും കഴിയില്ല. നാണക്കേടല്ലേ ഇത് പുറത്തു പറയുമ്പോഴേ. അതിനി നിങ്ങൾ അത്തരത്തിൽ കൊണ്ടു നടക്കാൻ പാടില്ല. ഇതിന് രഹസ്യമായിട്ട് വിവരം കൈമാറാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്. നിങ്ങളുടെ നമ്പർ അവിടെ മറച്ചു വെക്കപ്പെടും. നിങ്ങളാണ് അത് കോൾ ചെയ്തത് എന്ന് ഒരിക്കലും പുറം ലോകം അറിയില്ല. ആ രൂപത്തിൽ നമ്പറുണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് സമൂഹത്തെ ദുഷിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുമ്പോൾ അതിനെ വേരോടെ പിഴുതെറിയാൻ നമുക്ക് ബാധ്യതയില്ലേ? ഈ നിങ്ങളെന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ വീടുകളിൽ ഇല്ലാതിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയാണ്. പടച്ചവൻ പലതുകൊണ്ട് നമ്മളെ പരീക്ഷിക്കും, രോഗം കൊണ്ടും അപകടങ്ങൾ കൊണ്ടൊക്കെ പരീക്ഷിക്കുന്നത് പോലെ ഇതുകൊണ്ടൊക്കെ ഒരു പക്ഷെ പരീക്ഷിക്കും. എൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ വീട്ടിൽ രഹസ്യമായിട്ട് ഇത് വളരുന്നുണ്ട്, ഈ ലഹരിയും മറ്റൊക്കെ രഹസ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ ചേഞ്ച് നിങ്ങൾ സംശയിക്കണം. കുട്ടികൾക്ക് വല്ലാത്ത കൂട്ടുകെട്ട് അല്ലെങ്കിൽ രാത്രി സഞ്ചാരമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ സംശയിക്കണം. കുട്ടികളിപ്പോൾ രാത്രി സഞ്ചാരം കൂടി വന്നാൽ ഒരു 8-8:30 അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടി പെടൂല. എല്ലാവരും ആഗ്രഹമാണ്, അത് ഇഷ്ടമാണത്, പെടണ്ട. പക്ഷേയോ ഒരു സംശയത്തിൻ്റെ കണ്ണ് നമുക്ക് അതിൻ്റെ മേലെ നിന്നോട്ടെ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെളിവ് ഇതിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ തന്നെ ശ്രമിക്കുക. എല്ലാതും പുറത്തേക്കാക്കേണ്ടതില്ല. വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളതിൻ്റെ ശ്രമം നടത്തണം. എല്ലാവരെയും വിളിച്ചുകൂടി എന്തോ അത്യാഹിതം സംഭവിച്ചു അങ്ങനെ ചെയ്യണ്ട. രഹസ്യമായിട്ട് എങ്ങനെയാണ് ഏതാണ് ഇതിൻ്റെ വേരറിയണം. പിഞ്ചു പൈതലിൻ്റെ കയ്യിലൊക്കെയല്ലേ ഇത് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും നന്നാകണം എന്ന് ഇഷ്ടപ്പെടുന്ന ആ വീട്ടിൽ ആ കുട്ടിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാനും തയ്യാറാകുന്നത് ഉമ്മയാണല്ലോ പറഞ്ഞത് എൻ്റെ കുട്ടി എന്നെ ഒന്നും ചെയ്തില്ല എന്ന്. 5 ആളെ കൊന്ന മോൻ്റെ കാര്യത്തിൽ ഉമ്മ പറഞ്ഞത് എന്താ? എൻ്റെ കുട്ടി എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അത് ഉമ്മ മനസ്സാണ്. അതായത് മറ്റവരെയൊന്നും കൊന്നതും ഒന്നും ഉമ്മ അറിയുന്നില്ല. അപ്പോൾ എൻ്റെ കുട്ടി ഒന്നും ചെയ്തില്ല. അവിടെയും ഈ മരണക്കിടക്കയിലും കുട്ടിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാവുക. പക്ഷേ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ കുട്ടിയെ കൊണ്ട് അനേകം ആൾക്കാർ ദുഷിക്കുന്നതിനേക്കാൾ, അതുപോലെ നിങ്ങളുടെ കുട്ടി ഒരുപക്ഷെ അത് നശിച്ചു പോവാണ്. ആ നശിച്ചു പോകുന്നതിൽ നിന്ന് രക്ഷയുണ്ട്, അതിന് ചികിത്സ ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കൊക്കെ കൊണ്ടുപോയാൽ കുട്ടിയെ തിരികെ കിട്ടും. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാകും, ഒരു യുവാവ് 10-26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ വലയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എല്ലായിടത്തും ഇപ്പോഴുള്ള മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ നേതൃത്വം നൽകുന്നത് ഉപ്പക്ക് നേരെ കത്തി ചൂണ്ടിയ മോനാണ്.
അതായത് ആ രൂപത്തിൽ അവൻ പറയുന്ന അവന് ഒന്നും ബോധമില്ല, ഇങ്ങനെ ജീവിക്കണം, ഏതെങ്കിലും പാറപ്പുറത്തൊക്കെ പോയിന്ന് ലഹരി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജീവിക്കണം എന്ന് മാത്രം. പരിസരം ഒന്നും അറിയുന്നില്ല. ഇപ്പോഴാണ് പരിസരം അറിഞ്ഞ് ജീവിക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ കുട്ടിക്ക് 26 വയസ്സായിട്ടുള്ളൂ. ഒരു വലിയൊരു ജീവിതം ജീവിച്ച് തീർത്തത്രയും അനുഭവങ്ങളിലൂടെ അവൻ വരികയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് മോചനമാണ് നിങ്ങൾ ആശിക്കുന്നതെങ്കിൽ അതിൻ്റെ ചെറിയ സംശയം വരുമ്പോൾ തന്നെ തീർച്ചയായും കുട്ടികൾക്ക് വേണ്ട ഉപദേശം കൊടുക്കുകയും അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും അവനെ കൊണ്ട് മറ്റു കുട്ടികൾ മോശമാകുന്നതും സമൂഹത്തിന് അവനൊരു വലിയ മഹാമാരിയാകുന്ന വലിയൊരു വിപത്തായി മാറുന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് സ്വന്തം മക്കളെ കൊണ്ടായാലും. കാരണം ഈ ദുനിയാവ് എന്ന് പറയുന്നതൊക്കെ അത്രയേ ഉള്ളൂ. ഇത് സൂറത്ത് ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഇതെന്ന് പറയുന്നത് കുറച്ച് ഫഹ്റ് നടിക്കലും കുറച്ച് തെക്കാസുറും കിബിറ് നടിക്കലും കുറച്ച് വിനോദവും കളിയൊക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ നമ്മളെ രസിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷേ അതൊരു കൃഷിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് എന്നാണ്. ഒരു സസ്യത്തിൻ്റെ മുള പൊട്ടിയിട്ട് അതിൽ നിന്ന് പൂക്കളുണ്ടായി കായ്കളുണ്ടായി, നല്ല രസമാണ് കാണാൻ. പക്ഷേ ഈ പൂക്കളും കായ്കളും ഉണ്ടായതിന് ഒരു വാട്ടം സംഭവിക്കാനും ഒരു ഉണക്കൽ സംഭവിക്കലും ഉണ്ടല്ലോ, ഉണങ്ങിപ്പോവുമല്ലോ. അപ്പോഴത്തേക്ക് അതിൻ്റെ മധുരവും അതിൻ്റെ രസമൊക്കെ നഷ്ടപ്പെടും. ഇത്ര മാത്രമേ ലൈഫുള്ളൂ എന്ന് ഖുർആൻ ഒരു ചെടിയോട്, ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു ചെടിയോട് മാച്ച് ചെയ്തിട്ട് അത് ഉണങ്ങി ചവറായി പോകുന്നതിലേക്ക് എത്തുന്നതിലൂടെ അത്രമാത്രമേ ദുനിയാവുള്ളൂ. നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളെ വല്ലാതെ നശിപ്പിച്ച് കളയരുത്. വല്ലാതെ നിങ്ങൾ അതിൽ ആവേശം പിടിച്ചിട്ട് ഇത് തന്നെയാണ് ലോകമെന്ന് തോന്നരുത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മക്കൾ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അമാനത്താണ്. എന്തൊക്കെയോ അമാനത്തുകൾ ലോകത്ത് നമ്മുടെ കയ്യിൽ പടച്ചോൻ വെച്ച് തന്നിട്ടുണ്ട്. നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന ജോലിയും നമുക്ക് തന്നിരിക്കുന്ന നേതൃത്വവും നമുക്ക് തന്നിരിക്കുന്ന സമ്പത്തും അക്കൂട്ടത്തിലൊരു അമാനത്താണ് ആരും മക്കളും. അല്ലാതെ ഈ മക്കളെ വിട്ടിട്ട്, അതായത് അത്രമാത്രം സ്നേഹം ഉണ്ടാവും, അത് നമ്മുടെ മനസ്സിൽ ഊട്ടപ്പെട്ടതാണ്. പക്ഷേ എൻ്റെ കുട്ടി എനിക്ക് നേരെയുള്ള ഒരു കത്തിയായിട്ട് മൂർച്ചയേറിയ ഒരു ആയുധമായിട്ട് വളരുന്നത് സമൂഹത്തിനത് എതിരായിട്ട് എടങ്ങേറായിട്ട് വളരുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ ജാഗ്രത പാലിച്ചേ മതിയാകും. അപ്പോൾ കൂട്ടുകുടുംബത്തിൽ ഒരു പക്ഷേ നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? സുഗന്ധം പരത്തുന്ന ഒരു വീടിൻ്റെ അവസ്ഥ, വീട് ലഹരിയായി മാറണം എന്ന് പറഞ്ഞതിലേക്ക് എന്തുകൊണ്ടാണ് എത്താൻ സാധിക്കാത്തത് എന്നൊരു ആലോചന നമുക്ക് ആവശ്യമാണ്. വീട് എന്ന് പറയുമ്പോൾ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു അനേകായിരം ഇടങ്ങൾ ഓരോ മനുഷ്യനുണ്ടാകും, ഇല്ലേ? സൗഹൃദങ്ങളുടെയും ജോലി സ്ഥലങ്ങളും പല ഓഫീസുകളും യാത്രകളും പലതും ഉണ്ടാകും. പക്ഷെ നമ്മെ വല്ലാതെ എന്നെ ഞാനായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്ന ഒരിടം, നമ്മളെ നാമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്ന ഒരിടം, നമ്മെ നാമാക്കി മാറ്റുന്ന ഒരിടം നമ്മുടെ വീടാണ്. അങ്ങനെ സ്വസ്ഥതയുള്ള ഒരു ഇടം നമുക്കില്ലെങ്കിലില്ലേ നമ്മളെ റിഫ്രഷ് ചെയ്യപ്പെടില്ല. നമ്മെ നാമാക്കുന്ന ഒരിടം നമുക്കില്ലെങ്കിൽ നാം റിഫ്രഷ് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ യാത്ര ചെയ്ത് മുഷിഞ്ഞ് ആ ഒരു മാനസികാവസ്ഥയിൽ എപ്പോഴും ഉണ്ടാവുക. എനിക്ക് എൻ്റേതായ ഫ്രീ ആവാനുള്ള ഒരിടം വേണം. അവിടെ വേണ്ടത് യഥാർത്ഥത്തിൽ സ്നേഹം മാത്രമല്ല. എൻ്റെ ഇടങ്ങളിൽ എൻ്റേതെന്ന് പറയുന്ന സ്വന്തമായ എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ, എൻ്റെ ആ പരിസരങ്ങളിൽ എനിക്ക് കിട്ടേണ്ടത് സ്നേഹം, ഒരുപാട് ഒഴുക്കലല്ല. പലപ്പോഴും വീട്ടിലുള്ളത് സ്നേഹത്തിൻ്റെ രൂപത്തിൽ ഭക്ഷണവും ഡ്രസ്സും പരിചരണമൊക്കെ വരുന്നുണ്ട്. ഇല്ലാത്തത് എന്താണ്? പലപ്പോഴും ചോദിച്ച് അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കലുകളാണ്. മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുന്നവർ അപൂർവമല്ലേ? നിങ്ങൾ നോക്കുക, സൗഹൃദങ്ങളും ബന്ധുക്കളും ഇഷ്ടം പോലില്ലേ? എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലാക്കൽ ചരിത്രങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ ഏറ്റവും മനസ്സിലാക്കിയ വ്യക്തി ഖദീജ ബീവി ആയിരുന്നില്ലേ? വീണ്ടും വീണ്ടും ചരിത്രം പറയുന്നത് ഇത്രമാത്രം ഭാര്യമാരുണ്ടായിട്ട് മനസ്സിലാക്കിയ വ്യക്തി ആരാണ്? ഖദീജ ബീവിയാണ് എന്ന്. എൻ്റെ ഖദീജ എൻ്റെ വേദനയിലും എൻ്റെ ഇല്ലായ്മയിലും ഞാൻ ആരുമല്ലാതിരുന്നപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായ ഖദീജ. മനസ്സിലാക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമേ അല്ല. കൂടെയുള്ള ആൾക്കാർ, മക്കൾ നമ്മളെ മനസ്സിലാക്കണം, മക്കളെ നാം മനസ്സിലാക്കണം, ഇണകൾ തമ്മിൽ മനസ്സിലാക്കണം. ഇണകൾ തമ്മിൽ മനസ്സിലാക്കിയപ്പോഴാണ് ഹാജറ ബീവിക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ദഅവത്തിന് പോകാൻ സമ്മതിക്കാൻ പറ്റിയത്. അതും ഒരു മനസ്സിലാക്കലാണ്. ഇങ്ങനെ അനേകായിരം മനസ്സിലാക്കലുകൾ നമുക്ക് നേരെ വരണം. ഓരോ ചെറിയ മൂടുമാറ്റം വരെ മനസ്സിലാക്കണം എല്ലാ കാര്യം. അങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാർ വളരെ കുറവ്. നമ്മളൊന്ന് ഇപ്പോൾ ഈ സെക്കൻഡിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന, മുഴുവൻ വിരലിൽ എണ്ണാൻ മാത്രം ആൾക്കാരുണ്ടാവില്ല. മനസ്സിലാക്കിയവരാരാണ്? സ്നേഹിച്ചവരുണ്ട്,
സൗഹൃദം ഉണ്ട്, എല്ലാതും ഉണ്ട്. പക്ഷേ മനസ്സിലാക്കലാണ് ഇന്നത്തെ വീടിൻ്റെ ദാരിദ്ര്യം. അവിടെയുള്ള സ്നേഹക്കുറവല്ല, സ്നേഹമൊക്കെ മുമ്പത്തേനേക്കാളും ഇപ്പോൾ 1, 2, 3 മക്കളല്ലേ. അവർക്ക് 5, 10 മക്കൾക്കൊക്കെ പണ്ട് പകർന്നു കൊടുത്ത സ്നേഹമൊക്കെ 1, 2 എല്ലാതും കൊടുക്കുകയാണല്ലോ. എല്ലാ തരത്തിലും ലാളനയാണ്, ഒരു കുറവും വരാൻ പാടില്ല. ഈ കുറവ് വരാത്തതാണ് ഇപ്പോഴത്തെ വേറൊരു പ്രശ്നം. അപ്പോൾ അവിടെ ഇല്ലാത്തത് മനസ്സിലാക്കലാണ്. ആ മനസ്സിലാക്കൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? മനസ്സിലാക്കണമെങ്കിൽ പരസ്പരം സംസാരിക്കണ്ടേ? എന്ന് മുതലാണ് മനുഷ്യൻ പരസ്പരം സംസാരിക്കൽ കുറഞ്ഞത്? മൊബൈൽ വന്നപ്പോൾ മാത്രമാണോ? ടി വി വന്ന കാലം മുതൽക്ക് തന്നെ ചില ആൾക്കാർക്കൊക്കെ സീരിയലിൻ്റെ പ്രളയമുണ്ട്. ആ സമയത്ത് ഇന്നാളെ വിളിച്ചാലേ കിട്ടൂല, അയാൾ സീരിയലിൻ്റെ മുന്നിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആട്ടും. അപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഈ ആശയവിനിമയത്തിൻ്റെ കുറവ്. ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ അത് കൂടിയ ലെവലിൽ എത്തിയെന്ന് മാത്രം. ഓരോരുത്തരും 5 ആളുടെ കയ്യിൽ മൊബൈലുണ്ട്. അവർക്കൊക്കെ ആവശ്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, എന്താണ് അവിടെ നടക്കാതെ പോകുന്നത്? പരസ്പര സംസാരം, ആശയവിനിമയം നടക്കുന്നില്ല. നമുക്ക് ഇതൊക്കെ മാറ്റിവെച്ച സമയത്ത്, ഇതില്ലാത്തൊരു സമയത്ത് നമ്മൾ ബാല്യകാലത്ത് കളിച്ചതും, ബാല്യകാലമൊന്നും ആവണ്ട, ഇത് നമ്മുടെ കയ്യിൽ ഇത്ര സ്ഥിരമായിട്ട് ഇത് പറ്റിപ്പിടിച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ വർഷമല്ലായിട്ടുള്ളൂ. തൊട്ട് മുന്നേയുള്ള കാലങ്ങളിലൊക്കെ നമ്മൾ എത്രമാത്രം വായിച്ചിരുന്നു, നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാൻ കഴിഞ്ഞിരുന്നു, ആൾക്കാരോട് എത്രമാത്രം സംസാരിച്ചിരുന്നു. ഇതല്ലേ യഥാർത്ഥത്തിൽ വീട്ടിൻ്റെ ഉള്ളിലും കുറവ്. മോനെ ഒന്ന് സംസാരിക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് അവൻ ഫോണിലായിരിക്കും, ഉമ്മയെ വന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഉമ്മ ഫോണിലായിരിക്കും. ഒന്നുകിൽ അയാളുടെ കയ്യിൽ ഫോൺ, അല്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ ഫോൺ, അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ ഫോൺ. ഈ ആശയവിനിമയത്തിൻ്റെ കുറവ് കൊണ്ട് പറയാൻ വിചാരിച്ച ഒരുപാട് കാര്യം പറയാണ്ടായി പോകുന്നുണ്ട്. ആ പറയാന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയ കാര്യമൊന്നുമല്ല. ചില രസകരമായ കാര്യങ്ങൾ, ചില തമാശകൾ, ക്ലാസ്സിലുണ്ടായ സംഭവങ്ങൾ, യാത്രയിലുണ്ടായത് വലിയ ആൾക്കും പറയാനുണ്ടാകും. വീട്ടിലേക്ക് കയറി വരുന്ന ഉപ്പാക്കും ഉണ്ടാകും, ഇന്നൊരു രസം ഉണ്ടായിട്ടോ എന്ന് പറയാൻ. ഇന്നൊരു രസം ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിതിലുള്ളത് അയാളുടെ രസം തയ്ച്ചും പോയി. ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ രസം മുറിഞ്ഞു പോയത്. ഇവിടെ നമ്മുടെ കുട്ടികൾ എത്ര കഥകളും ചരിത്രങ്ങളാണ് നമ്മൾ ഒരു കാലത്ത് ആ കുട്ടികൾക്ക് പറഞ്ഞ് കേൾപ്പിച്ചത്. പിന്നെ എവിടെയോ വെച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളും മക്കളും തമ്മിലുണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഉറപ്പാണ്, അതുണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ വലിപ്പം കൂട്ടാതിരിക്കണം. എന്തായാലും ഉണ്ടാവും. വളർച്ചയുടെ ഏതോ വഴിയിൽ അത് സംഭവിക്കും. കാരണം കുഞ്ഞായിരിക്കുന്ന പോലെയല്ല. ഒരു കാലത്ത് നിങ്ങൾ അവരെ മടിയിൽ വെച്ചിരുന്നോ, പാലൂട്ടിയിരുന്നോ, ഓക്കെ. കുറച്ചുകൂടി വലുതായപ്പോൾ എന്തായി? സ്കൂളിലേക്ക് അയച്ച് ചെറിയൊരു അകൽച്ച ഉണ്ടായി, ഇല്ലേ? ഇപ്പോൾ കുട്ടിക്ക് എന്തായി? ഉപ്പയുടെയും ലോകം വിട്ടിട്ട് പുതിയ ലോകത്തേക്ക് പോയി. അപ്പോൾ കുട്ടി കുറച്ചകന്നു. ഇനി കുറച്ചുകൂടി വലുതാകുമ്പോൾ ഇനി മടിയിൽ വെക്കാനൊന്നും പറ്റൂല. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ്, സ്വാഭാവികമായിട്ട് വരുന്ന ഗ്യാപ്പ് ശരീരത്തിൽ നിന്ന് മാത്രമാണ് ആ ഗ്യാപ്പ് വരിക. മാനസികമായിട്ട് എന്തുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത്? മാനസികമായിട്ട് എന്തുകൊണ്ടാണ് ഈ അകൽച്ച വരുന്നത് നമ്മുടെ കുട്ടികളുമായിട്ട്? അതാണ് പ്രശ്നം. അതിന് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് വേണ്ടാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ആ കുട്ടി വന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ഷോയിലാകുന്നു, വേറെ തിരക്കിലും ജോലിയിലൊക്കെ ആകുന്നു. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉമ്മാക്ക് സമയമില്ലായിട്ടാണ് മോനെ കേൾക്കാമെന്ന് പറഞ്ഞ് 2ാമത്തെയും 3ാമത്തെയും പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കുട്ടിക്ക് നിങ്ങൾ സമയം കൊടുക്കുന്നില്ല. ആ സമയം കൊടുക്കാതിരിക്കുമ്പോൾ ശരിക്കെന്ന് പറഞ്ഞാൽ സ്വർണം പൂശിയ ശവക്കുഴികൾ പോലെയാണ് ചില വീടുകൾ എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. സ്വർണം പൂശിയ ശവകുടീരങ്ങൾ പോലെയാണ് ചില വീടുകൾ. കെട്ടിലും മട്ടിലും അങ്ങനെയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ പുഴുവരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെയാണ് ചില ജീവിതങ്ങൾ. കാണാൻ കെട്ടിലും മട്ടിലും കാണാനും, എല്ലാ ആളെ കാണാനും, ഡ്രസ്സിങ്ങിലും, വീട് കാണാനും, വാഹനം കാണാനൊക്കെ എന്തൊരു സംതൃപ്തമായ സന്തോഷമുള്ള ജീവിതം. പക്ഷേ വീട്ടിൻ്റെ ഉള്ളിൽ പുഴുവരിച്ചു തുടങ്ങിയ, പരസ്പരം മിണ്ടാത്ത, ആശയവിനിമയം നടത്താത്ത, മനസ്സിലാക്കലുകൾ ഇല്ലാത്ത ജീവിതമാണ് എന്ന് ആരറിഞ്ഞു? അതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മളിനി നമുക്കായി ജീവിക്കണം. നമുക്കായി ജീവിക്കണം. എന്തൊക്കെ അകറ്റിയാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടുക? ഞാനതിന് റെഡിയാണെന്ന് പറയുന്നുണ്ടല്ലോ പാരൻസ്. നിങ്ങൾ റെഡിയാവണം. നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചുകൊണ്ട് വേണ്ടതിനെ ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ചിലത് വേണ്ടെന്ന് വെക്കേണ്ടി വരും. അതുകൊണ്ട് കുട്ടികൾ നമ്മുടെ അടുക്കലുള്ള സമയത്ത് അവരുടെ മുന്നിൽ ഒരു ബെസ്റ്റ് ലിസണർ ആവുക.
എല്ലാം കേൾക്കുക. എന്തൊക്കെ പറയാനുണ്ടാവുന്നോ അവരുടെ സൗഹൃദങ്ങളെ പറ്റിയും, അല്ലെങ്കിൽ മറ്റവൻ അങ്ങനെ പോയി ഇങ്ങനെ പോയി അവരത് ഉപയോഗിക്കുന്നു. നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല, കുട്ടികളുടെ മൈൻഡിൽ നിന്ന് വരട്ടെ. ഇങ്ങനെ ഈ സുഹൃത്ത് നിങ്ങൾ കേൾക്കാതിരിക്കുമ്പോൾ, സുഹൃത്തായിട്ട് നിങ്ങൾ കേൾക്കാതിരിക്കുമ്പോഴാണല്ലോ അവർ കേൾക്കുന്നവരുടെ പിന്നാലെ പോയത്. അവർക്ക് തരുന്നവരുടെ കുറേ കാലം അവരുടെ വർത്തമാനമൊക്കെ കേട്ട് ഇവനെ കണ്ടു, ഇവൻ്റെ വീട്ടിൽ ഇവനക്കൊരു അർത്ഥമൊന്നുമില്ല, ഇവനക്ക് സമാധാനമില്ല, ഇവനെ കേൾക്കാൻ ആരും ഇല്ല എന്ന് ഇവൻ ഇടയ്ക്കിടെ പറയും സുഹൃത്തുക്കളോട്. എത്ര കുട്ടികൾ പറയുന്നുണ്ടെന്നോ? നിങ്ങൾ പറയും പോലെ ഒന്നല്ല, ഉമ്മ കേൾക്കുന്നില്ല, ഉപ്പ കേൾക്കുന്നില്ല, ഇക്കാക്ക മനസ്സിലാക്കുന്നില്ല എന്ന് അടിക്കടി സുഹൃത്തുക്കളോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് അവനെ കേൾക്കുന്നു എന്ന് അഭിനയിക്കുന്ന ഒരു കൂട്ടരുടെ രംഗപ്രവേശം ഉണ്ടാവുക. അവർ എപ്പോഴത്തേക്കും അവനെ ചതിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പാവ അറിഞ്ഞിട്ടില്ല. തൽക്കാലം എനിക്കൊരു ഹാപ്പി മൂഡ് ഉണ്ടാകാൻ വേണ്ടി ഇത് കഴിക്കട എന്നേ പറയുന്നുള്ളൂ. ഹാപ്പി മൂഡ് ഉണ്ടാകും, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ക്ലാസ്സിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കും എന്ന് പറയുമ്പോൾ ആരാണൊന്ന് പരീക്ഷിക്കാത്തത്? ആത്മീയത ഇല്ലാത്ത, ധാർമ്മികത വിളമ്പാത്ത വീടുകളിലുള്ള കുട്ടികൾ അതിനോട് നോ പറയില്ല. എന്നാൽ ഒന്ന് നോക്കാം, ഒന്ന് ടേസ്റ്റ് നോക്കാം എന്ന നിലയിൽ ആദ്യത്തെ ആ ടേസ്റ്റ് നോക്കിയെടുത്ത് തുടങ്ങി നിങ്ങളുടെ കുട്ടികളുടെ മോശം യാത്ര. അതിനെന്താണ്, ആരാണ് കാരണം? ഇപ്പം നമ്മൾ പറയാം കുട്ടികൾ എങ്ങനെ മോശമായാലും പാരൻസിനും ടീച്ചേഴ്സിനും തന്നെയാണ് പ്രശ്നം എന്ന് അവരുടെ മേലെയാണ് പറയാൻ കാരണം കുട്ടികൾക്ക് ഈ വഴിതെറ്റിപ്പോകുന്ന കുട്ടികളുടെ പ്രായം എത്രയാണ്? അതുകൊണ്ടാണ് പറയുന്നത്. വഴിതെറ്റിപ്പോകുന്ന കുട്ടികൾ നിങ്ങളുടെ മക്കളിൽ 40 വയസ്സായ ഒരു മോനല്ല വഴിതെറ്റിപ്പോകുന്നത്. നിങ്ങളുടെ മക്കളിലെ 12 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടികളാണ് വഴിതെറ്റിപ്പോകുന്നത്, ചതിയിൽപ്പെടുന്നത്. ഇതിന് ആരാണ് ഉത്തരവാദി? നമ്മുടെ സമൂഹം ഉത്തരവാദിയല്ലേ? മൻഫലൂത്തി പറഞ്ഞതുപോലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ പാരൻസും അവൻ്റെ ടീച്ചേഴ്സും അവൻ്റെ സൊസൈറ്റിയും കാരണമാണ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ കാരണമാകുന്നുണ്ട് നാം. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ജീവിതം, വീട്ടിലുള്ള സന്തോഷം തിരിച്ചു പിടിക്കേണ്ട പണിയില്ലേ നമ്മളങ്ങ് ചെയ്തു തുടങ്ങണം. കാരണം എനിക്കേറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മക്കളാണ്. എനിക്കേറ്റവും പ്രിയപ്പെട്ടത് എന്നോട് ഏറ്റവും ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ട ചില ആൾക്കാരുണ്ട്. അവർ അകന്നിട്ട് ആരൊക്കെയോ പകരം വന്നിട്ട് യാതൊരു കാര്യമില്ല. എനിക്ക് അവർ തന്നെ നന്നാകണം. അതിനുള്ളൊരു പ്രതിജ്ഞ, ഇന്നിവിടെ ലഹരിയുടെ പ്രതിജ്ഞയൊക്കെ ഉണ്ടല്ലോ, പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് നമ്മൾ പോകണം. എന്നിട്ട് വീടിനകത്ത് ഇത് ആദ്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യണം. ഈ സ്വഭാവം, ധാർമ്മികത, സ്നേഹവും അതോടൊപ്പം കരുണയും ദയൊക്കെ വിഷയമാകട്ടെ നമ്മുടെ വീടുകളിൽ. നമ്മുടെ വീടുകളിൽ വെറുപ്പല്ല, അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി ആ ചർച്ചയല്ല. നമ്മുടെ വീടുകളിൽ മക്കൾ കേട്ട് വളരേണ്ടതും കാണേണ്ടതും പ്രണയങ്ങളും സ്നേഹവും കരുണയും ദയയും കാണണം. ഉപ്പയും ഉമ്മയും തമ്മിലുള്ള പ്രണയമാണ് കുട്ടി ആദ്യമായിട്ട് കാണേണ്ട പ്രണയം. ജീവിതകാലത്തേക്ക് നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജിൽ ഏറ്റവും വലിയ മെസ്സേജ് അതല്ലേ. എങ്ങനെ പ്രണയിക്കണമെന്ന് സിനിമ കണ്ടിട്ടും കൂട്ടുകാർ പറഞ്ഞിട്ടും അവന് പഠിക്കണ്ട. ഏറ്റവും നല്ല ശുദ്ധമായ പരിശുദ്ധമായ സ്നേഹവും പ്രണയവും അവൻ വീട്ടിനകത്തുനിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെയാണ് അപ്പോൾ അരുതാത്ത ബന്ധങ്ങൾ പാടില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉപദേശമായിട്ടല്ല, ജീവിതമാകുന്ന മെസ്സേജിലൂടെ കുട്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ തരത്തിലേക്ക് നമ്മൾ പോകണം. അതുപോലെ തന്നെ വീട്ടിൽ ഏതെങ്കിലും 1-2 ആൾക്കാർ എല്ലാം പറയുന്ന മനസ്സിലാകുന്ന ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ, കുറച്ച് ബാക്കിയുള്ള ആൾക്കാർക്ക് അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊരു വിഷയമുണ്ട് വീടുകളിൽ. ഒരാൾ കാര്യം പറയും, അപ്പോൾ ഉപ്പ പറയാമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പ്രായം കൊണ്ടല്ല, കുട്ടീൻ്റെ പ്രായം കൊണ്ടല്ല, ഓനൊന്നും പിന്നെ ഒരു തിരുപാടില്ല. അങ്ങനെ ആക്കണ്ട. ആ തിരുപാടും ബുദ്ധിയെല്ലാം പറഞ്ഞ് ഉണ്ടാക്കലല്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപടി മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുമ്പോഴേ നമ്മുടെ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് കുട്ടി വന്നോളൂ. ഓൻ കേൾക്കണ്ട, ഓനറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അകറ്റലില്ലേ, ആ അകറ്റൽ അവനെ പൊട്ടത്തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെയോ അവരൊക്കെ വലിയ വിവരമുള്ളവർ, എന്നെയൊന്നും ഒന്നിനും കൂട്ടലില്ല, ആ രൂപത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴൊക്കെയും തന്നെ അവൻ ചെറുതാണെങ്കിലും അവനെയും കൂട്ടിയടുപ്പിച്ച്, അവൾ ചെറുതാണെങ്കിലും അവരെയും കൂട്ടിയടുപ്പിച്ച്, ഓരോരുത്തരുടെയും വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന ഒരിടമില്ലേ അവിടെ ഉമ്മാമ മുതൽ ചെറിയ കുട്ടി വരേക്ക് സ്ഥാനമുള്ളൊരു വീട്, എല്ലാവർക്കും റെസ്പെക്റ്റ് കിട്ടുന്ന, അയ്യോ ഉമ്മാമയാണ് എന്ന് പറഞ്ഞ് റെസ്പെക്റ്റ് കിട്ടുന്ന, ഇത് പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കാരുണ്യം വിളമ്പുന്ന, പരസ്പരം കൊടുക്കൽ വാങ്ങൽ, സ്നേഹം കൊടുക്കുന്നു, റെസ്പെക്റ്റ് കൊടുക്കുന്നു, കരുണ തിരിച്ചു കിട്ടുന്നു, ദയ കിട്ടുന്നു. ഇങ്ങനെ അവിടെയുള്ള വിഷയങ്ങൾ തന്നെ ധാർമ്മിക വിഷയങ്ങളാണ്. ഇസ്ലാം എന്തെങ്കിലും കരുണയെക്കുറിച്ച് ഇതിൻ്റെ ഒരു കമൻറ്റ് കണ്ടു,
ഈ ഖുർആനും ഇസ്ലാമും എന്തെങ്കിലും കരുണയെപ്പറ്റി പറയുന്നുണ്ടോ, എന്തോ ദയയെപ്പറ്റി പറയുന്നുണ്ടോ, ഇങ്ങനെ വൃത്തികേടല്ലാതെ എന്ന് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാത്ത ആൾക്കാർ പലതും പറയും. ഇസ്ലാമിൽ നമ്മൾ കണ്ടത് എന്ത് മാത്രമാണ്? ലോകത്തേക്ക് ഏറ്റവും കൂടുതൽ കരുണ ചൊരിയുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, സക്കാത്ത് കൊടുക്കുന്ന, സ്വതക്കകൾ വാരിക്കോരി ചൊരിയുന്ന ഒരു സമുദായം. ആ സമുദായത്തിൻ്റെ വീട്ടിലുള്ള മക്കളുടെ മൈൻഡിൽ ഖേദം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, കനിവ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവിടെ സ്നേഹമായിരിക്കണം. പറയലല്ല, പ്രസംഗിക്കല. ഇവിടെയല്ലേ മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ടി വരുന്നത്. വീട്ടിലെന്തിന്? വളരെ സാവധാനമുള്ള സംയമനത്തോടെയുള്ള നീക്കങ്ങളും അതിൻ്റെ തലോടലും സംസാരമൊക്കെ ആകുമ്പോൾ ആ ചേർത്ത് പിടിക്കലുണ്ടല്ലോ. ഒരു ഗുരു ഒരു ശിഷ്യനെ തെറ്റിതിരുത്തിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആ പാഠശാലയിൽ നിന്ന് കുട്ടിക്ക് എപ്പോഴും പുറത്തേക്ക് പോകണം. അതായത് രാത്രിയാകുമ്പോൾ ആ മതിൽ ചാടിക്കിടന്നിട്ട് അവിടെ ഒരു മരമൊക്കെ വെച്ചിട്ട് അത് ചാടിക്കിടന്നിട്ട് അവൻ പുറത്ത് പോയിട്ട് എന്തോ ദുശ്ശീലമുണ്ട്. അതൊരു പക്ഷെ എന്തെങ്കിലും വലിക്കലോ മറ്റോ, അങ്ങനെ ദുശ്ശീലമുണ്ട്. ഈ ദുശ്ശീലം മനസ്സിലാക്കിയ ഗുരു ഒരു ദിവസം ചെയ്യുന്നത്, ഇവൻ തിരിച്ചു വരുമല്ലോ രാത്രി, ആ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ അവൻ വെച്ചിരിക്കുന്ന ആ മരത്തടി എടുത്ത് മാറ്റിയിട്ട് ഗുരു അവിടെ നിന്നു. ഗുരുവിൻ്റെ തോളിലാണ് അവൻ ചവിട്ടി ഇറങ്ങുന്നത്. അറിയുന്നില്ല, ചവിട്ടി ഇറങ്ങിയതിന് ശേഷമാണ് ഇത് ഗുരുവാണ് എന്ന് മനസ്സിലാകുന്നത്. അതായത് ഇവിടെ തെറ്റ് തിരുത്തുന്ന പലതരം രീതികളുണ്ട്. എല്ലാ തെറ്റ് തിരുത്തലും വഴക്കിലൂടെയല്ല, എല്ലാ തെറ്റ് തിരുത്തലും അടിയിലൂടെയല്ല. അതുകൊണ്ട് നമ്മളെ മക്കൾ മനസ്സിലാക്കണം, ചില കാർക്കശ്യങ്ങൾ നാളത്തെ ചില ഖേദത്തിന് വഴിവെക്കാതിരിക്കാനുള്ള സമീപനങ്ങളായിരുന്നു എന്ന് മക്കൾ മനസ്സിലാക്കണം. ചില കാർക്കശ്യങ്ങൾ, ചില ഇങ്ങനെ ഇങ്ങനെ ഒരു ഗുരുവിൻ്റെ ചുമലിലേക്ക് ചവിട്ടാൻ ഒരിട കൊടുത്താൽ അയ്യോ എന്ന് വേദനിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് തിരുത്തുന്ന ആൾക്കാരുണ്ടോ. നമ്മളൊരു പക്ഷെ ഇപ്പോൾ ചിന്തിക്കും ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ വെച്ച് കൊടുത്താലും ശരിയാവില്ല എന്ന്. പക്ഷേ എല്ലാവരും ഒരുപോലെയല്ല, ഓരോരുത്തർക്കും ഓരോ സൈക്കോളജിയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒരുപക്ഷെ എന്ത് മതിയായി, അയ്യോ എൻ്റെ ഗുരുവിൻ്റെ പുറത്താണ് ഒരു ദുശ്ശീലവും ചെയ്ത് വന്നിട്ട് എൻ്റെ ഗുരുവിൻ്റെ പുറത്താണല്ലോ ഞാൻ കാല് ചവിട്ടിയിരിക്കുന്നത് എന്ന് അവനൊരു പക്ഷെ മാറാൻ അത് മതിയാകും. അപ്പോൾ തെറ്റ് തിരുത്താനുള്ള രീതികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മൗനമായിരിക്കും, ഒന്നും പറയേണ്ടി വരില്ല. ഉപ്പയുടെ ദേഷ്യമുണ്ടല്ലോ, അടിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല, ഭയങ്കര ദേഷ്യത്തിലാണ്, മതി, അതൊരു രീതിയാണ്. ഇങ്ങനെ നിരന്തരമായി ഈ സ്നേഹം മാത്രമല്ല നമ്മളെ മക്കളെ വളരാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാർക്കശ്യം, ചില കർശന രീതികൾ, നേരത്തെ പറഞ്ഞതുപോലെ ചില നോ പറയലുകൾ തീർച്ചയായും നാളേക്ക് നമ്മൾ ഖേദിക്കാതിരിക്കാൻ, ജീവിതം ഒക്കെ എന്ന് പറയാൻ ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് നാം കുട്ടികളെ കൈപിടിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒന്നിച്ച് ജീവിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. ഒന്നിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ഒന്നിച്ച് ജീവിക്കുന്നു. ശരിക്കും ഇസ്ലാമിക്കലി അത് ശരിയല്ലേ? ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ജമാഅത്തായിട്ട് അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് തന്നെ നമ്മൾ ഒന്നിച്ച് ഇഫ്താർ നോമ്പൊരിക്കും, ഒന്നിച്ച് അത്താഴത്തിന് എഴുന്നേൽക്കുന്ന ഓരോരുത്തർ ഓരോ സമയത്ത് വന്നിട്ട് തിന്നു പോവുകയാണോ? ഒരാൾ 2 മണിക്ക് എണീറ്റ് തിന്നു പോയി മറ്റേ ആൾ 3 മണിക്ക് എണീറ്റ് തിന്നു, അല്ലല്ലോ. ഇതിനൊരു നല്ല കോർഡിനേഷൻ ഇല്ലല്ലോ, നല്ല ഐക്യ സ്വഭാവമില്ലേ? അപ്പോൾ നിശ്ചയ സമയത്ത് എണീറ്റ് വേണ്ട പോലെ കുടിച്ചു എന്നാലും എല്ലാവരും ഒന്നിച്ച് എണീറ്റ്, ചില ആൾക്കാരെ കുറേ തട്ടി വിളിച്ചിട്ടൊക്കെ ആയിരിക്കും, പക്ഷേ ഒന്നിച്ചെടുക്കുന്ന പ്രാർത്ഥനകൾ ഒന്നിച്ച് ജനങ്ങൾ ജീവിക്കലാണ് എന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് നമസ്കാരങ്ങളിലും ഇത്തരത്തിലുള്ള കർമ്മങ്ങളിലൊക്കെ നടക്കുന്ന വലിയ ബർക്കത്താണ്. അപ്പോൾ ഈ രൂപത്തിൽ എന്തൊക്കെ ചെറിയ പ്രായത്തിലെ നമ്മളെ മുളയിലെ കുട്ടികൾക്ക് നന്മ ഇത് മാത്രം ചിന്തിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തേക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏതായാലും സമയം കുറച്ച് അധികമായി പോയിട്ടുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൽ കുടുംബത്തിലേക്ക് തിരിച്ചു വിളിക്കേണ്ടത് ആത്മീയതയാണ്, ധാർമ്മികതയാണ്. നമ്മുടെ വീടുകളിലുള്ള സുഗന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എപ്പോഴും പൂത്ത് കായ്ച്ച് സുഗന്ധം പരത്തുന്ന ചെടികളാവാൻ അതിലുള്ള പ്രായമുള്ള ആൾക്കാർ മുതൽ അതിലേറ്റവും ചെറിയ കുട്ടിക്ക് വരെ ഡ്യൂട്ടി ഉണ്ട്. അവർക്ക് അവരുടെ കടമകളെപ്പറ്റി മാത്രം, അവർക്ക് കിട്ടേണ്ടതിനെപ്പറ്റി, അവകാശങ്ങളെപ്പറ്റി മാത്രം അവർക്ക് ഓർത്താൽ പോരാ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ ഏറ്റവും അവരുടെ അവകാശങ്ങളെ പറ്റിയാണ് ബോധം. പക്ഷേ തൻ്റെ കടമകളെപ്പറ്റിയും കൂടി ഓർക്കുന്ന ഒരു സമൂഹം വളർന്നു വന്നാൽ ഉത്തമമായൊരു സമൂഹമാകും. അതുകൊണ്ട് അവകാശത്തെക്കാളേറെ കടമകളെപ്പറ്റിയും ഉത്തരവാദിത്തങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവാന്മാരാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.